Hello. Hi guys. Hi guys. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അമ്പലത്തിൽ പോയ ട്രിപ്പിന്റെ രണ്ടാമത്തെ ദിവസമാണ്. ഓൾറെഡി ഒന്നാമത്തത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കണേ. ഇത് കന്യാകുമാരി ആട്ടോ. ഇന്നലെ നൈറ്റ് സ്റ്റേ ചെയ്തിരുന്നത് കന്യാകുമാരിയിലാണ്. പിറ്റേന്ന് ഞങ്ങൾ എല്ലാവരും കൂടി അമ്പലത്തിലേക്ക് പോവാണ്, കന്യാകുമാരി അമ്പലത്തിലേക്ക്. റൂമിന്റെ അടുത്ത് തന്നെ അത്യാവശ്യം നടക്കാനുണ്ടായിരുന്നു. നടന്ന് പോകുന്ന വഴിക്കാണ് നമ്മൾ കോഫിയൊക്കെ കുടിച്ചിട്ടാണ് പോയത്. അതത് കൊണ്ട് തന്നെ അത്യാവശ്യം ടയേർഡാണ്, ഉറക്കൊന്നും ശരിയായിട്ടില്ല. പോകുന്ന വഴിക്കൊക്കെ ഒരുപാട് ആളുകൾ മുല്ലപ്പ് വെക്കുന്നുണ്ടായിരുന്നു. മുല്ലപ്പ് കണ്ടപ്പോ വീടില്ല, അതൊരു എന്താ പറയാ, അതിനോടൊരു ഭ്രാന്താണ്. എന്തായാലും കുറച്ച് പേര് ഞങ്ങൾ രണ്ടുപേരും കൂടി മുടിയിൽ ചൂടി. ഇപ്പൊ കാണിച്ചത് എന്റെ അപ്പയുടെ മോളാണ്, അവളുടെ മോളാണ് ഇത് കേട്ടോ. അമ്പലത്തിലേക്ക് പോയി കഴിഞ്ഞ് തൊട്ട് ബാക്കിലായിട്ട് വിവേകാനന്ദ പാറയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സൂര്യോദയം കാണാനായിട്ട് പോയി. ഓൾറെഡി മേടിച്ചു വെച്ച മുല്ലപ്പ് കുറവാണെന്ന് കിങ്ങിണി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ വാങ്ങിച്ചു അവള് തന്നെ. അതിൽ നിന്ന് കുറച്ച് ഞാൻ എന്റെ തലയിൽ വെച്ചു. സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്താട്ടോ ഞങ്ങൾ ഈ കുറച്ച് പർച്ചേസിനും ഈ മുല്ലപ്പ് വാങ്ങിക്കാനും ഒക്കെ പോയത്. കുറെ നേരം ഞങ്ങൾ നോക്കുന്നെങ്കിലും സമയമായിട്ടും ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല എന്നൊരവസ്ഥയായിരുന്നു. കാണാത്തത് കൊണ്ടും കുറെ അധികം നേരം നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റാത്തത് കൊണ്ടും കാര്യം പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ച് വണ്ടിയിലേക്ക് കയറണം അടുത്ത അമ്പലത്തിലേക്ക് പോകാനായിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും അവിടെ നിന്ന് നടന്ന് കുറച്ച് മുന്നോട്ട് പോയപ്പോഴേക്കും നമ്മുടെ സൂര്യൻ ദാ ഉദിച്ചു വരുന്നുണ്ട്. എന്റെ കുഞ്ഞിലെ മുതൽ, അതായത് എനിക്ക് ഓർമ്മയായ കാലം മുതൽ ഞാൻ ഈ സൂര്യനെ കാണുന്നതാണ്, അല്ല സൂര്യൻ ഉദിച്ചു വരുന്നത് കാണുന്നതാണ്. അതുകൊണ്ട് ഒട്ടും സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ തിരിച്ചു. നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല, കഴിക്കാനായിട്ട് കയറി. തമിഴ്നാട്ടിൽ ചെന്നാൽ എനിക്ക് ഫുഡ് കഴിക്കാനേ തോന്നില്ല, എങ്കിലും ആകെ കഴിക്കുന്നത് ഈ ഒരു ദോശയാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് റൂമിലെത്തി, ബാഗൊക്കെ എടുത്ത് തിരിച്ച് വണ്ടിയിൽ കയറി അടുത്ത അമ്പലത്തിലേക്ക് പോവാട്ടോ. ഒരുപാട് യാത്രയില്ല, അടുത്ത് തന്നെയാണ്. ശുചീന്ദ്രം എന്നാണ് കേട്ടോ അമ്പലത്തിന്റെ പേര്. ഹനുമാനാട്ടോ അവിടുത്തെ പ്രതിഷ്ഠ. അവിടുത്തെ മെയിൻ ആയിട്ടുള്ള വഴിപാട് വെണ്ണയാണ്. നമ്മൾ എന്തെങ്കിലും ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വഴിപാടാട്ടോ അത്. എന്തായാലും അമ്പലത്തിലെത്തി ആ ഒരു വഴിപാട് എന്തായാലും ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് തന്നെ കേട്ടോ ഞങ്ങൾ അമ്പലത്തിൽ കയറിയത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു തീർത്ഥാടന യാത്രയാണ്, പക്ഷെ അങ്ങനെ ശരിക്കും തോന്നില്ല. ഇതൊരു വൈബ് ട്രിപ്പ് തന്നെ ആയിരുന്നു. ഇതാട്ടോ ശുചീന്ദ്രം എന്ന് പറയുന്ന ക്ഷേത്രം. അങ്ങനെ ഞങ്ങൾ എല്ലാവരും അകത്ത് കയറി. ഇവിടെ വീഡിയോ എടുക്കാനൊന്നും പെർമിഷൻ ഇല്ലായ്മയൊന്നും ഇല്ല, പെർമിഷൻ ഉണ്ട്. കാരണം ഇവിടെ കൂടുതലും ഫോറിനേഴ്സ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ എടുക്കുന്നതിന് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഭയങ്കര ഡീപ്പായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല, എങ്കിലും കുറച്ച് വിഷ്വൽസ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. അവർക്കൊരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ. മെയിൻ ആയിട്ട് വഴിപാടിന്റെ പുറകെയായിരുന്നു, അതുകൊണ്ട് തന്നെ ഒരുപാട് വിഷ്വൽസ് എടുക്കാൻ പറ്റിയില്ല. നമ്മുടെ മെയിൻ ആയിട്ടുള്ള വെണ്ണയുടെ വഴിപാട് നമ്മൾ ചെയ്തു കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ച് ഇറങ്ങുകയാണ്. അതിനുശേഷം നമ്മളൊരു ചായ കുടിക്കാൻ കയറുകയാണ്. ഞാൻ ചായ കുടിക്കാറില്ല, നേരത്തെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിൽ ഞാൻ പറയുന്നുണ്ട് ചായ കുടിക്കാറില്ല, കോഫിയാണ് കുടിക്കുന്നത്. പക്ഷെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞപ്പോൾ ചായ എന്നാണ് അവസാനം ആയത്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് തിരുത്തിയതാട്ടോ. എല്ലാവരും അതെല്ലാം കഴിഞ്ഞ് തിരിച്ചിറങ്ങി. അമ്പലത്തിന്റെ തൊട്ട് ബാക്കിലായിട്ട് ഈ ഒരു കുളം വരുന്നത്. നമ്മൾ ഈ മീനിന് ഫുഡ് ഇട്ട് കൊടുക്കാൻ പാടില്ല കേട്ടോ. നേരെ വണ്ടിയിൽ കയറി അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. എനിക്ക് അമ്മമാര് ഇവിടെ വരാൻ ഭയങ്കര ആഗ്രഹമാണ്. എന്റെ അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വരാനായിട്ട്. ഇത് മണ്ടക്കാട് അമ്പലമാണ് കേട്ടോ. ഇവിടെ വന്ന് പൊങ്കാലിടുന്നവരുണ്ട്, വഴിപാട് ചെയ്യാത്തവരും ചെയ്യുന്നവരും ഉണ്ട്. ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഈ കടലിൽ വന്നിട്ട് നമ്മളെ ശരീരം ജസ്റ്റ് ഒന്ന് നനച്ച് എന്നിട്ടാണ് അമ്പലത്തിലോട്ട് പ്രവേശിക്കുന്നത്. ഇവിടുത്തെ ഒരു രീതി എല്ലാവരും അത് ഫോളോ ചെയ്യണം എന്നില്ല, പക്ഷെ ഫോളോ ചെയ്യുന്നവരും ചെയ്യാത്തവരും ഉണ്ട്. ഞാൻ പോയത് എനിക്ക് കടലുണ്ട് ഭ്രാന്താണ്. അതിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കേറില്ല, അങ്ങനെ ഒരു അവസ്ഥയാണ് എനിക്ക്. ഈ പറഞ്ഞതൊക്കെ എല്ലാവരും പേഴ്സണൽ ചോയ്സ് ആണ്, അവരവരുടെ ഇഷ്ടമാണ് കേട്ടോ. കഴിഞ്ഞ അമ്പലത്തിലൊക്കെ കയറി തൊഴുതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി. അതിനുശേഷം ഞാൻ എന്താ ഈ ഒരു കുപ്പിയോളെ മേടിച്ചു, ഒരു അമ്മ കൊണ്ടുകിടന്ന് വിൽക്കുന്നത് കൊണ്ട് വാങ്ങിച്ചു കേട്ടോ. അതിനുശേഷം ആഴിമല എന്നറിയപ്പെടുന്ന ഈ ഒരു ശിവലിംഗം കാണാനായിട്ടോ ഞങ്ങൾ വന്നത്. ഇവിടെ ഞാൻ ഒറ്റ തവണ വന്നിട്ടുള്ളൂ, പക്ഷെ എനിക്ക് ഇഷ്ടമാണ് ഇവിടെ വരാനായിട്ട്. കാരണം ഇത് കാണുമ്പോൾ ഇത് ചെയ്ത ആളെയാണ് നമ്മൾ ഫസ്റ്റിൽ ഓർക്കുന്നത്. കാര്യം ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണമെങ്കിൽ അത്രയും കഴിവ് ആ ഒരാൾക്ക് കൊടുത്തത് കൊണ്ട് മാത്രമാണ്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങൾ വണ്ടിയിൽ കയറി. അടുത്തത് ആറ്റുകാൽ അമ്പലം ആട്ടോ. ആറ്റുകാൽ അമ്പലത്തിലെത്തി. അമ്പലത്തിലൊക്കെ കയറി കഴിഞ്ഞിട്ട് ഇവിടെ സ്റ്റേജിൽ ഡാൻസ് പെർഫോമൻസ് നടക്കുന്നുണ്ടായിരുന്നു. അത് കുറച്ചേരം കണ്ടു നിന്നു. ക്ലാസിക്കൽ ഡാൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാണ്. എനിക്കത് പൂർത്തിയാക്കാൻ പറ്റാത്ത ഒന്നാണ്, എന്നെങ്കിലും അത് സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.